അയ്യപ്പൻ എന്താണോ ആഗ്രഹിച്ചത് അതിനെതിരെയാണ് 1950 ശേഷം അവിടെ നടന്ന സംഗതികൾ മുഴുവൻ. അപ്പോൾ അതൊക്കെ മാറണം. അതിനെല്ലാം നമ്മളാണ് മാറ്റേണ്ടത്. നമ്മൾ വിചാരിച്ചാൽ മാറ്റും. നമ്മൾ ഒരേ മനസ്സോടെ ശരണം വിളി, അതാണ് ആ നവാക്ഷരി മന്ത്രമാണ് നമ്മുടെ ശക്തി. ആ ശക്തിയോട് സ്വാമിയേ ശരണമയ്യപ്പ എന്ന ആ ശരണം വിളിയോടുകൂടി എന്ത് തടസ്സങ്ങളെയും നമുക്ക് നേരിട്ട് മുന്നോട്ട് പോവാം. നമ്മളെ കണ്ടതാണ് 2018 നമ്മുടെ നാമജപത്തിൻ്റെ ശക്തി. പന്തളത്ത് നിന്ന് ലോകം മുഴുവൻ സംക്രമിച്ച ആ നാമജപ ശക്തി നമ്മൾ കണ്ടതാണ്. അതിൽ പങ്കെടുത്ത് അതിൽ അനുഭവിച്ച് ഇന്നും അതിൻ്റെ ആ വികാരം ഉള്ളിൽ കൊണ്ടുകൊണ്ട് തന്നെയാണ് എന്നോടൊപ്പം അയ്യപ്പൻ എന്ന ശക്തിയും അതിന് നേതൃത്വം നൽകിയ ശശികുമാർ വർമ്മ പന്തളം കൊട്ടാരത്തിൻ്റെ ആ ഒരു നേതൃത്വം അന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം. എല്ലാവരും സ്വാഗതം ചെയ്തപ്പോഴും ഭഗവാന്റെ ആചാരങ്ങളും സംരക്ഷിക്കുവാൻ മറ്റെല്ലാം ഉപേക്ഷിച്ച് സ്വജീവിതം തന്നെ എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല അങ്ങനെ അയ്യപ്പൻ്റെ ആചാര സംരക്ഷണത്തിനായിട്ട് നമ്മൾ കണ്ടു. ശബരിമലയിൽ അയ്യപ്പന് വേണ്ടി അയ്യപ്പൻ്റെ ഭൂതഗണങ്ങളായിട്ട് സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച് സ്വന്തം ജോലിയോ എല്ലാം മാറ്റിവെച്ച് എന്ത് സംഭവിച്ചാലും അയ്യപ്പൻ്റെ വിശ്വാസങ്ങൾ കാക്കും എന്ന ശക്തമായ തീരുമാനത്തിൽ ഭഗവൻ വിളിയോടെ, അത് ഉൾവിളിയാണ്, ഉള്ളിലുള്ള ഭഗവാൻ. നമ്മൾ ശബരിമലയിൽ പോകുന്നത് നമ്മുടെ ജീവാത്മാവും പരമാത്മാവും ഒരുമിച്ച് അവിടെ ദൈവക്ഷേമത്തിൻ്റെ തത്വമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഉള്ളിലുള്ള ഭഗവാന്റെ നമ്മുടെ ആ ഒരു പ്രചോദനത്താലാണ് അന്ന് നമ്മളെല്ലാം മുന്നിൽ പോയത്. എന്തെല്ലാം വേദനകളും യാതനകളുമാണ് നമ്മൾ അനുഭവിച്ചത്. ലോകത്തുള്ള ഭക്തജനങ്ങളായ അമ്മമാർ അർദ്ധരാത്രിയിൽ കണ്ണീരോടുകൂടി കരഞ്ഞുകൊണ്ടാണ് പന്തളം കൊട്ടാരത്തിൽ വിളിക്കുന്നത്. ഞങ്ങളൊക്കെ അത് ഇപ്പോഴും മറക്കാൻ പറ്റുകയില്ല, ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളത് ഓർക്കും. അന്ന് ഈ പാപികൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ഇവർക്ക് മോക്ഷം കിട്ടില്ല. ഇവരെ എത്ര കോടി അയ്യപ്പാന്ന് വിളിച്ചാലും ഇവർക്ക് യാതൊരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല. അത്രമാത്രം പാപമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അയ്യപ്പ നിന്ദയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരൊന്നും അനുഭവിക്കാതെ പോവുകയില്ല. അതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് പറഞ്ഞാൽ കൂടുതൽ ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തീയുണ്ട്, അത് കെടില്ല. നമ്മുടെ ജീവിതാവസാനം വരെ അയ്യപ്പ സ്വാമിക്ക് വേണ്ടി നമ്മൾ ജീവിതം ഒഴിഞ്ഞു വെക്കും. ആ ആചാരത്തെ നമ്മൾ സനാതന ധർമ്മത്തെ രക്ഷിക്കുവാൻ, നമ്മുടെ സ്വജീവിതം ഉപേക്ഷിക്കുവാൻ വരെ തയ്യാറായി മുന്നോട്ട് വരുന്ന ധർമ്മഭടന്മാരുള്ള രാജ്യമാണ് ഭാരതം. അതാണ് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ അയ്യപ്പൻ്റെ പരിപാവനമായ മണ്ണിൽ നിന്ന് പറയുവാനുള്ളത്. നമ്മൾ സ്വാഗത സംഘത്തിന് തെറ്റുപറ്റി, കാരണം കുറച്ചുകൂടെ വിശാലമായ സ്ഥലം വേണമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, പന്തളത്ത് ഇതേ നമുക്ക് ലഭിച്ചുള്ളൂ. സാരമില്ല, അടുത്ത സംഘവും നമുക്ക് 1,00,000 സ്വാമിമാരെ പങ്കെടുപ്പിച്ച് പന്തളത്ത് നടത്താം. അതിനുള്ള തയ്യാറെടുപ്പ് അന്ന് ഭഗവാൻ നമുക്ക് നൽകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൽ അപാകതകളും എല്ലാം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഭക്തജനങ്ങളായ നിങ്ങൾ ഭഗവാന്റെ പേരിൽ ക്ഷമിക്കണം എന്ന് മാത്രം സ്വാഗത സംഘം അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. സ്വാമി പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ.